അപ്പം നമ്മളെ മീനൊക്കെ ഹെൽത്തി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എപ്പോഴും ചോറും കറിയൊക്കെ അല്ലേ. അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ആയിട്ട് നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കിയത് കഞ്ഞിയും മത്തി ഇതാക്കിയത്, മത്തി വെച്ചതാണ്, കുഞ്ഞൻ മത്തി വെച്ചതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. വെന്ത് വരുന്നുണ്ട്. കപ്പ ഇതിൽ വേവാൻ വെച്ചിട്ടുണ്ട്. കപ്പ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാ മത്തി, ചെറിയ മത്തി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഇതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിതാ ക്ലീൻ ആക്കിയിട്ട് ഈ കപ്പേൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അടുപ്പത്ത് വെച്ച് ഇനി തേങ്ങയും പെരിഞ്ചീരകമൊക്കെ അരച്ച് ഇതിലൊഴിക്കണം, കറിവേപ്പിലൊക്കെ ഇട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിൽ അരച്ച് വയ്ക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, തേങ്ങ ഇവിടെ ചരികെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അരച്ച് വരാം. അപ്പോൾ 2 കൈ വെളുത്തുള്ളിയും കൂടി ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ആക്കാം. അപ്പോൾ തേങ്ങയുടെ അരപ്പ് ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പയും മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചെറുങ്ങനെ ഒന്ന് ചൂടാവുക വേണ്ടു. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റ് നോക്കി കേട്ടോ, അടിപൊളി നല്ല ടേസ്റ്റാണ്. നല്ല മത്തിൻ്റെ ആ ചുവയും അത് കിഴങ്ങിൻ്റെ ആ തേങ്ങൻ്റെ പെരിഞ്ചീരകത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നല്ല അടിപൊളി, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇത് കഞ്ഞിയാണ് ഇന്ന്. അപ്പോൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി ആക്കിയതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മടിക്കറ, ലൈക്ക് ചെയ്യുക. അന്ന് ഇനി അടുത്ത വീട്ടിൽ വരാം. നമ്മുടെ കപ്പയും കഞ്ഞിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ഒക്കെ രക്ഷാണ്, അടിപൊളിയാണെന്നൊക്കെ. സൂപ്പർ കപ്പയും മീനും സൂപ്പർ. സൂപ്പറാ, അടിപൊളിയാ. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ മടിക്കറ്. അടുത്ത വീഡിയോയിലേക്ക് വരാം. ബൈ ബൈ.